തിരുവനന്തപുരത്ത് കണ്ടെയ്നർ അടിഞ്ഞ സ്ഥലം മന്ത്രി കെ രാജൻ പരിശോധിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പല സ്ഥലങ്ങളിലും ഈ കണ്ടെയ്നർ അടിയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല. എന്ന് പറഞ്ഞാൽ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും നമുക്കൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മത്സ്യസമ്പത്ത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലാക്കുന്ന രാസവസ്തുക്കൾ ഒന്നും കടലിലേക്ക് അധികമായിട്ടില്ല. അത് ഈ പറയുന്ന കപ്പലിനുള്ളിൽ തന്നെയാണ്. അപ്പോൾ അത്ര കണ്ട് ആദ്യ ദിവസങ്ങളുണ്ടായ ഒരു വലിയ ഭീതി ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥലത്ത് ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ രാസവസ്തുക്കളല്ല എന്ന് പറയുമ്പോൾ പോലും അതൊക്കെ എടുത്തു മാറ്റി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള പല നിർണായകമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ തന്നെ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തുടങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴും കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിൽ ആദ്യ ദിവസങ്ങൾ വന്നതുപോലെ കൂട്ടമായില്ലെങ്കിൽ കൂടിയും ഒന്നും രണ്ടുമൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒഴുകി വരുന്നുണ്ട് കണ്ടെയ്നറുകൾ ഉള്ളത്. ഇതുവരെ കരക്കടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഈ പറയുന്ന രീതിയിൽ വലിയ പ്രശ്നമുണ്ടാക്കുന്ന, നേരത്തെ ലോ സൾഫർ ഓയിൽ എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഇതുവരെയുള്ള കണ്ടെയ്നറുകളില്ല. MG പ്രതീഷ് വിവരങ്ങൾ ചേരുന്നു. പ്രതീഷ്, മന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം എന്താണ്? ഈ പറയുന്ന കരക്കടിയുന്ന വസ്തുക്കളൊക്കെ മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടല്ലോ അല്ലേ പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഈ പല വസ്തുക്കളും തിരുവനന്തപുരത്തെ പല തീരമേഖലകളും അടിഞ്ഞിരുന്നു. ഈ നേരത്തെ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനപ്രകാരം ഈ കരയ്ക്കടിഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ നീക്കം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായുള്ള ഈ ക്ലീനിംഗ് നടപടികൾ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുള്ളതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹരിതകർമ്മ സേനയുടെയും ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഈ കടൽ തീരത്ത് ഇപ്പോൾ ക്ലീനിംഗ് നടപടികൾ നടക്കുന്നത്. ഇത് വിലയിരുത്തുന്നതിന് കൂടിയാണ് നിലവിൽ റവന്യൂ മന്ത്രി കെ രാജൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ തുമ്പ കടൽ തീരത്താണുള്ളത്. ഈ കടൽ തീരത്താണ് അദ്ദേഹം സന്ദർശിച്ച ഈ ക്ലീനിംഗ് നടപടികൾ വിലയിരുത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടലിന്റെ തീരത്തോട് ചേർന്ന് അടിഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ഹരിതകർമ്മ സേനാ അംഗങ്ങളൊക്കെ തന്നെ ചേർന്ന് നീക്കം ചെയ്യുന്നതാണ്. ഈ പ്ലാസ്റ്റിക് പോലുള്ള തരികളാണ് കൂടുതലും, ഈ വെള്ളത്തരികളാണ് കൂടുതലും ഈ തീരമേഖലയിൽ അടിഞ്ഞിരുന്നത്. ഇത് അങ്ങനെ മനുഷ്യന് ഹാനികരമായ വസ്തു അല്ല എന്ന് നേരത്തെ തന്നെ ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. പക്ഷേ എത്രയും വേഗം ഈ കടൽ തീരത്ത് നിന്ന് ഇത് മുഴുവൻ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയും നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളും ഹരിതകർമ്മ സേനയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ കടൽ തീരങ്ങളിൽ നടക്കുന്നത്. ഇന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ വസ്തുക്കൾ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ നീക്കം ചെയ്യുമ്പോഴും നമ്മുടെ ഹരിതകർമ്മസേന അടക്കമുള്ള ചേച്ചിമാരൊക്കെ ആ വേസ്റ്റൊക്കെ എടുക്കുമ്പോഴും അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് അവരെ ജോലി ചെയ്യുന്നു എന്ന് തന്നെ കരുതാം.